ങ്ങളും അല്ലാഹു മാറ്റിത്തരാൻ രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. രോഗം തന്നല്ല പരീക്ഷിക്കാതിരിക്കട്ടെ. അപ്പൊ നമ്മളെ മുമ്പിൽ ഒരു കാക്ക സ്റ്റോക്ക് വന്നിട്ട് അള്ളാഹു പരിപൂർണ ശിഫ നൽകട്ടെ. ബുദ്ധിയൊന്നുമില്ല, ബുദ്ധിയൊക്കെ മരവിപ്പിച്ച് ഇത്ര ദൂരെ വിഷമമായിട്ട് വന്നതാ. ഖാലിഖായ പടച്ചറബ് പരിപൂർണ കാമില ശിഫ അള്ളാഹു കൊടുക്കട്ടെ. അപ്പൊ രണ്ടാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. രോഗം തന്നല്ല പരീക്ഷിക്കാതിരിക്കട്ടെ. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, തങ്ങളിപ്പ എന്റെ ഉമ്മയൊന്ന് മരിക്കാൻ നിങ്ങൾ ദ്വാരിക്കണം. ഒരു ചെറുപ്പക്കാരൻ 32 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാൻ, എന്റെ ഉമ്മ ഒന്ന് മരിക്കാൻ നിങ്ങൾ അവിടെ നിന്ന് ദ്വാരിക്കണം. ഞാൻ കുറെ ചീത്ത പറഞ്ഞു, ഉണക്ക് പ്രസവ വേദന അറിയില്ല, ഇത് പ്രസവിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രസവ വേദന അറിയട്ടെ, ജിമ്മ മരിക്കാൻ എന്നോട് ദ്വാ കൊണ്ട് അങ്ങനെ ഒന്നും കൊണ്ടില്ല കേട്ടോ. ഞാൻ കുറെ ചീത്ത പറഞ്ഞു, എന്റെ ചീത്ത പറച്ചിൽ കഴിഞ്ഞു. എന്നിട്ടും എന്നോട് പറഞ്ഞു, എന്റെ അമ്മ സ്റ്റോക്ക് വന്നിട്ട് കിടക്കുക, തങ്ങള് ബുദ്ധിയൊക്കെ പോയിക്കുന്നത്. 6 കൊല്ലം എന്റെ അമ്മ കിടക്കുന്നത്, കാഷ്ടവും മൂത്രമൊക്കെ അവിടെ തന്നെ. എന്നിട്ട് അതൊക്കെ എടുത്ത് ചുമരുമ്പോ അങ്ങനെ തേക്കും. ഞാൻ ഒരുപാട് പണിക്കാരൻ നിർത്തി, പണിക്കാരൻ നിൽക്കണില്ല. അവസാനം ഞാൻ പെണ്ണെട്ടി. ആ പെണ്ണിന് പറഞ്ഞു, ഉമ്മാനെ നോക്കാൻ പറ്റൂല, എന്നെവാണെങ്കിൽ നോക്കിക്കൊള്ളാറ്. അങ്ങനെ അതിനെ കാര്യം തീർക്കേണ്ടി വന്നു. രണ്ടാമതും കെട്ടി. ഓളും പറഞ്ഞു ഉമ്മാനെ നോക്കാൻ. അങ്ങനെ 4 പെണ്ണ് കെട്ടി, 4 ആൾ പോയി. ഞാൻ എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരവസ്ഥ തരാതിരിക്കട്ടെ. ഇപ്പോഴും ദ്വാരിക്കണം അല്ലാഹുവിനോട്. ഖാലിഖായ പടച്ചറബ് അങ്ങനത്തെ രോഗം അല്ലാഹു തരാതിരിക്കട്ടെ കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ ഒരാളെയും പരസഹായമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ കേട്ടോ ഇൻഷാ അല്ലാഹ് ജീവിക്കാനുള്ള ഭാഗ്യം അവിടുത്തെ. എപ്പോഴും ദ്വാരിക്കണം. രോഗം അതൊരു പ്രശ്നമാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും തരൂലേ? പട്ടിണി കിടക്കുമ്പോ തരൂലേ? ആരെങ്കിലൊക്കെ തരും. ചില ഉമ്മമാര് വിളിച്ച് പറയും, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ക്യാൻസർ ആണ്, വേദന സഹിക്കാൻ വയ്യ. അല്ലാഹു കാക്കട്ടെ. ഒരുപാട് ആളുകൾ പല രോഗങ്ങളെ കൊണ്ടും പല പ്രയാസങ്ങളെ കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം തന്ന അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അതിനാണ് രണ്ടാമത്തെ സ്വലാത്ത്. മൂന്നാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. സുബ്ഹാനല്ലാഹ്, ദുനിയാവിന്റെ സ്വർഗ്ഗമായ മദീന, ആ മദീന മുനവ്വറയിൽ ചെല്ലാൻ അവിടുന്ന് മാ ബൈന ബൈതി വ മിൻബറി റൗളത്തുൻ മിൻ ദിയാരിൽ ജന്ന, അവിടെ ഈ നെറ്റിത്തടമെന്ന് വെക്കണം. എന്നിട്ട് നമ്മൾ അവിടുന്ന് ദ്വാരിക്കണം. റസൂലുള്ളാഹിയുടെ പച്ചക്കുപ്പ കണ്ടിട്ട്, അത് നേരെ കണ്ണുകൊണ്ട് കണ്ടിട്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്, അത് പറയാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അതിനാണ് മൂന്നാമതൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം നിന്റെ ഖൈറിന്റെ കിതാബിൽ ഞങ്ങളെ പേര് എഴുതി വെക്കണം അല്ലാഹ്. ഇന്ന് ചൊല്ലുന്ന സ്വലാത്ത് പ്രത്യേകം ഞങ്ങൾക്ക് അവിടെ എത്താനുള്ളതാക്കണേ അല്ലാഹ്. അതുകൊണ്ട് 3 ഫാത്തിഹ 3 സ്വലാത്ത് കേട്ടോ. നിങ്ങളെ വിഷമങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അല്ലാഹു സന്തോഷ വാർത്ത അല്ലാഹ് അറിയിക്കട്ടെ കേട്ടോ. നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരീരത്തിലൂടെ നല്ല ബ്ലഡിനുള്ള നല്ല സർക്കുലേഷൻ അല്ലാഹു നൽകട്ടെ. അവയവങ്ങൾക്ക് ഒരു കേടുപാടും അല്ലാഹു തരാതിരിക്കട്ടെ. ഇലാഹു റബ്ബുഹു നബിയനാ വ ഹബീബുനൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. കുടിക്കാൻ വെള്ളമാണോ? കുടിക്കാൻ ആയിക്കോട്ടെ.
الله قبولك وإلى حضرة أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه وإلى حضرة حمزة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة ذو القرنين وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى أمهات المؤمنين. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة السيد أحمد جلال الدين البخاري കാട്ടുചെറു പാപ്പ وإلى حضرة കാതിരമറ്റ ഫരീദ് വലിയുള്ള وإلى حضرة ഇവാരമറ്റ പാപ്പ وإلى حضرة فاطمة بيبي. مرحبا مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله സ്വീകരിക്കട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് മദീനയിലേക്ക്. അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് റബ്ബേ ലോകം ശുഭയാക്കണം അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടുനീക്കാക്കണം അല്ലാഹ്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم. الله قبولك. الحمد لله رب العالمين ما علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم اوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكانا محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهرنا رؤيته وعوضنا حول المورود. أرحم الراحمين يا ربي ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. നൂറ് ഹബീബിന്റെ മുത്തുമണികളെ പാവങ്ങളാണ്. എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്.
മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ്, എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ലോര രോഗങ്ങളാണ്, ഈ കാമില ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരല്ല റബ്ബേ, ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ആധാരങ്ങൾ ബാങ്കിലാണ്, ഞങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്, അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണല്ല, ഞങ്ങളെ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളാക്കണല്ല, ഞങ്ങളെ പേരമക്കളെ സ്വാലിഹീങ്ങളാക്കണല്ല, ഞങ്ങളെ മരുമക്കളെ സ്വാലിഹീങ്ങളാക്കണല്ല. അവരെ കല്ലിനും കഞ്ചാവിനും മയക്കമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കല്ല റബ്ബേ. അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാളെ കൽവ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കാക്കണല്ല. അല്ലാഹുവേ, പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രവാസികളാണ്, മക്കളെ പ്രവാസികളാണ്, മരുമക്കളെ പ്രവാസികളാണ്, പേരക്കുട്ടികളെ പ്രവാസികളാണ്, ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഉപ്പമാര് പ്രവാസികളാണ്. അല്ലാഹുവേ, വിസയില്ലാത്തവർക്ക് വിസ നൽകണേ അല്ലാഹ്. വിസയിൽ പോയവർക്ക് വിസയും ജോലിയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേർ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു പ്രവാസിയുടെ ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് കാക്കണല്ല. അല്ലാഹുവേ, നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് നരകം നീ ഹറാമാക്കണമല്ല, സ്വർഗം നീ വാജിബാക്കണമല്ല, സ്വർഗം നീ വാജിബാക്കണമല്ല, നീ സ്വർഗം വാജിബാക്കണയല്ല. ആപത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണല്ല. നിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഞങ്ങളെ വീട്ടിലേക്കും ഞങ്ങളെ സദസ്സിലേക്കും നീ ഇറക്കിക്കൊണ്ട് റബ്ബേ, നീ ഇറക്കിക്കൊണ്ട് അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.